നമസ്കാരം, ഹിൻസയിലേക്ക് സ്വാഗതം. ഒയാസിസ് കമ്പനി എലപ്പുള്ളിയിൽ തുടങ്ങാനിരിക്കുന്ന ബ്രൂവറി കേരള സർക്കാർ വേണ്ടെന്ന് വെച്ചേക്കും. മുഖ്യമന്ത്രിക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരാൾ വിവാദത്തിലേക്ക് വരുമെന്ന് മനസ്സിലാക്കിയാണ് സർക്കാർ പതിയെ പിൻവാങ്ങുന്നത്. ജനവികാരം മാനിച്ച് പിന്മാറുന്നതായിരിക്കും സർക്കാർ അറിയിക്കുക. പ്രതിപക്ഷത്തിന്റെ നീക്കം തനിക്ക് നേരെയാണെന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി ശരിക്കും ഭയപ്പെട്ടു. പാലക്കാട് ബ്രൂവറി അഴിമതിയിൽ മുൻ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയുടെ പേര് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരസ്യമാക്കിയതോടെയാണ് മുഖ്യമന്ത്രി പ്രതിസന്ധിയിലായത്. കവിതയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഉറ്റവരുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പുതിയ മദ്യനയം വരുന്നതിന് മുൻപ് ഒയാസിസ് കമ്പനി പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ സ്ഥലം വാങ്ങിയെന്നും അവർക്ക് വേണ്ടിയാണ് മദ്യനയം മാറ്റിയതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഒരു വകുപ്പുകളുമായി ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം അറിഞ്ഞാണ് കമ്പനിക്ക് അനുമതി നൽകാൻ തീരുമാനിച്ചതെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത്. ആ ആരോപണം തെളിയിക്കാനാണ് മന്ത്രിസഭാ കുറിപ്പ് ഹാജരാക്കിയത്. അതിനേക്കാൾ വലിയ എന്ത് തെളിവാണുള്ളത്? അത് വ്യാജരേഖയാണെന്ന് മന്ത്രി പറഞ്ഞിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു. 2023 മദ്യനയം മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനിക്ക് അനുമതി നൽകിയതെന്നും മദ്യനയം മാറിയത് ആരും അറിഞ്ഞില്ലെന്നും പ്രതിപക്ഷം പറഞ്ഞെന്നുമാണ് മന്ത്രി പറഞ്ഞത്. മാറിയ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ മദ്യശാല അനുവദിക്കുന്ന കാര്യം ആരും അറിഞ്ഞില്ലെന്നാണ് പ്രതിപക്ഷം പറഞ്ഞത്. കേരളത്തിലെയും പാലക്കാട്ടെയും ഡിസ്റ്റിലറികൾ അറിയാത്ത കാര്യമാണ് മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഒയാസിസ് അറിഞ്ഞത്. മദ്യനയം മാറുന്നതിന് മുൻപേ ഒയാസിസ് കമ്പനി എലപ്പുള്ളി പഞ്ചായത്തിൽ സ്ഥലം വാങ്ങിയല്ലോ. മദ്യനയം മാറുമെന്ന് അവർ നേരത്തെ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയാണ് മദ്യനയം മാറ്റി അവർക്ക് മദ്യനിർമ്മാണശാല പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകിയത്. ഇവിടെയാണ് കവിതയുടെ റോൾ. ഡൽഹി മദ്യനയ കേസിലും പഞ്ചാബിൽ ഭൂഗർഭജലം മലിനപ്പെടുത്തിയ കേസിലും പ്രതിയാണ് ഈ കമ്പനി. ആ കമ്പനിയെയാണ് സർക്കാർ ഉത്തരവിലും മന്ത്രിയും പ്രകീർത്തിക്കുന്നത്. കമ്പനിയുടെ വക്താവിനെ പോലെയാണ് മന്ത്രിയുടെ സംസാരം. കമ്പനി ഇതുവരെ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടില്ല. ഡൽഹി മദ്യനയ കേസിൽ ഈ കമ്പനിക്ക് പുറമെ തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കവിതയും പ്രതിയാണ്. ഇതേ കവിത കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. എവിടെയാണ് അവർ താമസിച്ചത്? ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടിയാണ് കവിത കേരളത്തിൽ വന്നതും സർക്കാരുമായി സംസാരിച്ചതും. ഇതിൽ സർക്കാർ എന്ന് സതീശൻ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരാളുമായി കവിത ചർച്ചകൾ നടത്തിയെന്നാണ് ആരോപണം. 2018 ഒന്നാം പിണറായി സർക്കാരിനെ അഴിമതി ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ബ്രൂവറി വിവാദത്തിന്റെ തുടർച്ചയാണ് പാലക്കാട്ടെ കഞ്ചിക്കോട് മദ്യനിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകിയ മന്ത്രിസഭാ തീരുമാനത്തോടെ ഉയർന്നു വന്നിരിക്കുന്നത്. രാജ്യത്തെ പ്രമുഖ മദ്യനിർമ്മാണ കമ്പനികളിൽ ഒന്നായ ഒയാസിസിനെ ബ്രൂവറി അടക്കം അനുവദിക്കാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. LDF-ൽ ചർച്ച ചെയ്യാതെ നടപടി സ്വീകരിച്ചാൽ ഘടകകക്ഷികൾക്കും അതൃപ്തിയുണ്ട്. എന്നാൽ 2018 മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യാതെയായിരുന്നു അനുമതി നൽകിയതെങ്കിൽ ഇക്കുറി മദ്യനയത്തിനനുസരിച്ച് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്താണ് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നതെന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇടതു മന്ത്രിസഭ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും മുന്നണിയിൽ ചർച്ച ചെയ്യണമെന്നാണ് ചട്ടം. അതുപ്രകാരം ഒരു ചർച്ച നടന്നിട്ടില്ല. മന്ത്രിസഭയിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നപ്പോൾ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ ഈ നീക്കത്തെ എതിർത്തതാണ്. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്ട് എഥനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ് ഡിസ്റ്റിലൈസേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി ഓർ വൈനറി പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിനാണ് ഒയാസിസ് കമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് പ്രാരംഭ അനുമതി നൽകിയിരിക്കുന്നത്. ഒരു കമ്പനിയെ മാത്രം എങ്ങനെ തെരഞ്ഞെടുത്തുവെന്നും മാനദണ്ഡങ്ങൾ എന്താണെന്നും സർക്കാർ പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷത്തിന്റെ ആവശ്യം CPIM ഏറ്റെടുത്ത് എന്നതാണ് ഇക്കുറിയുണ്ടായ ഏറ്റവും വലിയ നേട്ടം. സംസ്ഥാനത്ത് കൂടുതൽ മദ്യനിർമ്മാണശാലകൾ അനുവദിക്കേണ്ടതില്ലെന്ന് 1999 നായനാർ മന്ത്രിസഭ തീരുമാനമെടുത്തതിനു ശേഷം കഴിഞ്ഞ 26 വർഷമായി ഈ നിലപാട് തന്നെയാണ് തുടർന്നു പോന്നിരുന്നത്. എന്നാൽ 2018 ഇത് മറികടന്ന് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഒരു ബ്രൂവറിയും 2 ബ്ലെൻഡിംഗ് യൂണിറ്റുകളും ആരംഭിക്കാൻ സർക്കാർ അനുമതി നൽകിയത് വിവാദത്തിനിടയാക്കി. അഴിമതി ആരോപണം ഉയർന്നതിനെ തുടർന്ന് കരാർ റദ്ദാക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിക്കുകയായിരുന്നു. പ്രളയകാലത്ത് അനാവശ്യ വിവാദം ഒഴിവാക്കാനാണ് കരാർ റദ്ദാക്കിയതെന്ന വിചിത്രവാദമാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തതിൽ CPI മന്ത്രിമാരും എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇക്കുറി ഇത് മുന്നണിയായി മാറിയെന്ന് മാത്രം. തന്റെ മണ്ഡലത്തിൽ ബ്രൂവറി സ്ഥാപിക്കാനുള്ള തീരുമാനത്തിനെതിരെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളോട് VS അച്യുതാനന്ദനും അന്ന് പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇന്നത്തെ LDF കൺവീനർ TP രാമകൃഷ്ണനായിരുന്നു അന്ന് എക്സൈസ് മന്ത്രി. അതേസമയം പുതിയ യൂണിറ്റുകൾ അനുവദിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് അന്ന് തന്നെ
തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ്. ഡിസ്റ്റിലറികൾ ബ്രൂവറികൾക്കും അനുമതി നൽകാനുള്ള തീരുമാനം വിവാദമായതിനു പിന്നിൽ ചില ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് എക്സൈസിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. ബ്രൂവറി ഡിസ്റ്റിലറി ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, എക്സൈസ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമത്തിലെ 2018 ഭേദഗതി സെക്ഷൻ 17A(1) പ്രകാരം അന്വേഷണത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കത്ത് നൽകിയെങ്കിലും ഗവർണറായിരുന്ന പി സദാശിവം അത് തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് അന്നത്തെ സർക്കാർ ഭയന്നു. അന്ന് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ഉയർന്നിരുന്നു. കോൺഗ്രസ് ബന്ധമുള്ള ചെന്നൈ സ്വദേശിയായ ഒരു മദ്യവ്യാപാരിക്ക് മുഖ്യമന്ത്രി നേരിട്ട് നൽകിയ സഹായം കാരണമാണ് ഡിസ്റ്റിലറി ബ്രൂവറി ഇടപാടുകൾ സർക്കാരിന് അന്ന് മരവിപ്പിക്കേണ്ടി വന്നത്. അന്ന് മുഖ്യമന്ത്രിക്കെതിരെ CPM-ൽ കലഹം നടന്നിരുന്നു. പാർട്ടിയോട് ആലോചിക്കാതെ തീരുമാനമെടുത്തെന്നായിരുന്നു ആരോപണം. അന്വേഷണം എക്സൈസ് മന്ത്രിയിൽ എത്തുമെങ്കിലും അനുമതി നൽകിയത് മുഖ്യമന്ത്രിയാണെന്ന് CPM മനസ്സിലാക്കി. പാർട്ടിയും മുഖ്യനും അറിയാതെ ഡിസ്റ്റിലറിക്ക് ഒറ്റയ്ക്ക് അനുമതി നൽകാനുള്ള ആത്മബലമൊന്നും അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന ടി.പി. രാമകൃഷ്ണൻ ഇല്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അന്ന് കുറ്റമെല്ലാം ഏറ്റ് TPക്ക് പുറത്തു പോകേണ്ട സാഹചര്യവും വന്നു ചേർന്നു. മന്ത്രിയുടെ സ്റ്റാഫിൽ ഒരാൾക്കെതിരെ പ്രമുഖ പത്രം വാർത്ത നൽകി. സ്റ്റാഫ് വിചാരിച്ചാൽ ഡിസ്റ്റിലറി നൽകാൻ കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലല്ലോ. CPM-ന്റെ ഉന്നത നേതാവ് ചെന്നൈയിൽ ചെല്ലുമ്പോൾ താമസിക്കുന്നത് മദ്യവ്യാപാരിയുടെ വീട്ടിലാണ്. തന്റെ ഭാര്യയുടെ ചികിത്സ സംബന്ധമായ കാര്യങ്ങൾ ചെന്നൈയിൽ നടക്കുമ്പോൾ അക്കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് മദ്യവ്യാപാരിയും അദ്ദേഹത്തിന്റെ സ്റ്റാഫുമായിരുന്നു. വലിയ ബന്ധമാണ് നേതാവിന് മദ്യവ്യാപാരിയുമായുള്ളത്. ഡിസ്റ്റിലറി ഇനത്തിൽ ഇതേ നേതാവിന് മദ്യവ്യാപാരി കോടികൾ കോഴ കൊടുത്തിട്ടുണ്ടെന്ന കാര്യം ചെന്നിത്തലയ്ക്ക് അറിയാമായിരുന്നു. കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിയായ ഒരു ഉന്നതന്റെ അടുത്ത ബന്ധുവാണ് ചേർത്തല സ്വദേശിയായ മദ്യവ്യാപാരി. കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന കാലത്തും അദ്ദേഹം ധാരാളം നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ സുപ്രധാന തസ്തികയിൽ ഇരിക്കുന്ന നേതാവാണ് അദ്ദേഹത്തെ സഹായിക്കാറുള്ളത്. നേതാവും മദ്യക്കച്ചവടക്കാരനുമായുള്ള ബന്ധം CPM-ൽ കുപ്രസിദ്ധമാണ്. അന്ന് മുഖ്യമന്ത്രിയെ CPM കൈവിട്ടതാണ്. കരാർ റദ്ദാക്കാനുള്ള പ്രധാന കാരണം കാനം രാജേന്ദ്രൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. വിവാദം ഒരു പാഠമാണെന്നാണ് കാനം പറഞ്ഞത്. അത് മുഖ്യമന്ത്രിയെ ചൂണ്ടിയാണ് പറഞ്ഞതെന്ന് വ്യക്തം. ഇപ്പോൾ MP രാജേഷ് അനുഭവിക്കുന്നത് പോലെ ഒരു പ്രതിസന്ധിയാണ് അന്ന് T.P. രാമകൃഷ്ണൻ അനുഭവിച്ചത്. അന്ന് പാർട്ടിയിൽ നിന്നുണ്ടായ തിരിച്ചടികൾ കാരണമാണ് ബ്രൂവറി ഇടപാട് മരവിപ്പിച്ചെങ്കിൽ ഇന്ന് അത് സ്വന്തം ശരീരത്തിൽ തൊട്ടതുകൊണ്ടാണ്. CPM സംസ്ഥാന കമ്മിറ്റിക്കും ബ്രൂവറി വിവാദം അനാവശ്യമാണെന്ന തോന്നലാണുള്ളത്. എന്നാൽ പാർട്ടിയും സർക്കാരും ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ഇത്തരം തീരുമാനങ്ങൾ അനിവാര്യമാണെന്ന് പാർട്ടി കരുതുന്നു. സാമ്പത്തികമാണ് പാർട്ടിക്ക് മുന്നിലുള്ള വെല്ലുവിളി. മദ്യ കമ്പനികളിൽ നിന്നാണ് പണം ഒഴുക്കാനാണ് എളുപ്പം. ഒരു വർഷം മുമ്പായിരുന്നെങ്കിൽ പാർട്ടി ഇതിനെ തുറന്ന് എതിർക്കുമായിരുന്നു. എന്നാൽ ഇന്ന് പിണറായിയെ ധിക്കരിക്കാനുള്ള ശക്തി CPM-നില്ല. പിണറായിക്ക് മേലെ പരുന്തും പറക്കില്ലെന്ന അവസ്ഥയിലാണ് പാർട്ടി. CPI-യുടെ എതിർപ്പ് കമ്പനി അധികൃതർ അവരെ കാണുന്നതോടെ തീരുമെന്നാണ് CPM കരുതുന്നത്. ഇതുവരെ CPM-നെ ഒഴിച്ച് ഘടകകക്ഷികളെ കമ്പനി കണ്ടിട്ടില്ല. അതാണ് മുറുമുറുപ്പിന് കാരണം. ഇത്തരത്തിൽ കാര്യങ്ങൾ സെറ്റായിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് മനംമാറ്റം സംഭവിച്ചിരിക്കുന്നത്. മനംമാറ്റത്തിന് പിന്നിലെ കാരണം പാർട്ടിക്ക് നന്നായി അറിയാം. പിണറായിയും മന്ത്രിമാരും എന്ത് തന്നെ പറഞ്ഞാലും ബ്രൂവറിയിൽ അഴിമതി നടന്നുവെന്ന് തന്നെയാണ് കേരളം വിശ്വസിക്കുന്നത്. തന്റെ മകളുമായി ബന്ധപ്പെട്ട അന്തരീക്ഷത്തിലുള്ള ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി നിരാശനാണ്. CMR-ൽ വിഷയത്തിലുണ്ടായ ആക്ഷേപങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. ഇനി മറ്റൊരു ആരോപണം ഏറ്റുവാങ്ങാൻ ഏതായാലും അദ്ദേഹം തയ്യാറല്ല.